ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കാണുക അല്ലേ. ആ ഡോക്ടറെ കണ്ടിട്ട് മെഡിസിനൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ ആ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നമ്മൾ ഭക്ഷണമാണെങ്കിലും അതുപോലെ മെഡിസിനുകളാണെങ്കിലും എല്ലാം നമ്മൾ ചിട്ടയായിട്ട് നോക്കിയിട്ടും അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തിന് കഴിക്കുന്ന മെഡിസിനേക്കാൾ ഉപരി ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടറുടെ ഒരു സംസാരം അല്ലേ, നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് എന്താ പറ്റിയേ, അല്ലെങ്കിൽ എന്താ ഏതാന്നുള്ള രീതി നമ്മൾ സ്നേഹമായിട്ട് എല്ലാവരും ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് നമ്മളോട് സ്നേഹാന്വേഷണങ്ങൾ വേണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും അങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസം, അല്ലെങ്കിൽ നമ്മളെ പകുതി അസുഖം നമുക്ക് മാറിപ്പോകും അല്ലേ. അപ്പോൾ മെഡിസിൻ കഴിക്കുന്നതിനേക്കാൾ ഉപരി ആ ഡോക്ടർ നമ്മളോട് പറയുന്ന രീതികളിൽ നമുക്ക് പകുതി അസുഖം ഭേദമായിട്ട് പോവും, ബാക്കി പകുതി നമ്മുടെ മെഡിസിൻ കൊണ്ടും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ പെരുമാറുന്ന അപൂർവം ചില ഡോക്ടർമാരെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ചിലവർ ഇത്തിരി മുരടത്തരായിട്ട് പെരുമാറി, അല്ലെങ്കിൽ കർക്കശയായിട്ട് പെരുമാറി അവർ നമ്മുടെ അസുഖങ്ങൾ ഒരു ഡോക്ടറോട് ചെന്നിട്ട് നമ്മൾ അസുഖങ്ങൾ ഇന്ന മാതിരി ഉണ്ട്, എനിക്കിങ്ങനെയാണ് എന്ന് നമുക്ക് തുറന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമ്മൾ പറയുമ്പോൾ അത് കേട്ടിരിക്കാനുള്ളൊരു മനസ്ഥിതി, അതൊക്കെയാണ് ഒരു ഡോക്ടർക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ അതില്ല, നമ്മൾ ചെന്നിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാതെ ആളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ലെറ്റർ പാഡ് എടുത്തു, പാൻ എടുത്തു എഴുതി കഴിഞ്ഞാൽ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആവില്ല. നമുക്ക് മെഡിസിൻ കഴിച്ചാലും ചിലപ്പോൾ 2 ദിവസം കൊണ്ട് മാറുന്നത് നമുക്ക് ഒരാഴ്ചയായാലും തോന്നില്ല അല്ലേ. മനസ്സിനൊരു വിശ്വാസം കിട്ടുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് മാറ്റം വരിക അല്ലേ. അപ്പോൾ നമുക്ക് കഴിക്കുന്ന മെഡിസിനുകൾ കൂടാതെ തന്നെ ആ ഡോക്ടറോടുള്ളൊരു വിശ്വാസം, ആ ഡോക്ടറുടെ പെരുമാറ്റം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസം, ഇതെല്ലാം കൂടി കഴിയുമ്പോഴാണ് അസുഖങ്ങൾക്ക് മാറ്റം വരുന്നത് അല്ലേ. പക്ഷേ പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാനോ അതൊന്ന് കേട്ടിരിക്കാനുള്ളൊരു ശ്രദ്ധയോ, അല്ലെങ്കിൽ ഒരു സമയമോ ചെലവഴിക്കാൻ പോലും ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്നു നമ്മുടെ അടുത്തുള്ളൊരു ഡോക്ടറത്തേക്ക് നമ്മൾ പോയി, അപ്പോൾ അവിടെ ചെന്നു, അല്ലെങ്കിൽ അത് മാറ്റമില്ല, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു, അല്ലെങ്കിൽ മാറ്റമില്ല എന്ന് കണ്ട് നമ്മൾ ചിലപ്പോൾ തൃശ്ശൂരോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് ആദ്യം തൻ്റെ അടുത്തേക്ക് വരാത്തത് കൊണ്ട് ഒരു ഈഗോ ക്ലാഷ് ചെല്ലുന്ന പേഷ്യൻറ്റിനോട് പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തരും MBBS ആണെങ്കിലും അതുപോലെ ഏതെങ്കിലും ഒരു ഇതിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അവരെല്ലാവരും ഇങ്ങനെ ഒരു പഠിപ്പ് പഠിച്ചതിന് ശേഷം ഇങ്ങനെ ആതുര സേവന രംഗത്ത് ഇങ്ങനെ ഇരിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചൊക്കെ മനസ്സിന് അവർക്കും ഒരു എന്താ പറയുക, എല്ലാവരോടും പെരുമാറാനുള്ളൊരു കഴിവും, ചിരിച്ച് സംസാരിക്കാനുള്ളൊരു കഴിവും, അതുപോലെ എല്ലാവരോടും സ്നേഹമായി പെരുമാറാനുള്ളൊരു കഴിവും. ഇനിയിപ്പോൾ അതൊന്നുമില്ല, എല്ലാവരോടും എപ്പോഴും സ്നേഹമായിട്ടും ചിരിച്ചിട്ടും പെരുമാറണം എന്ന് പറയണില്ല. പക്ഷേ നമ്മൾ ആതുര സേവന രംഗത്ത് ആണെന്നുണ്ടെങ്കിൽ മാനുഷ്യ മനസ്സാണ്, മാനുഷികമായിട്ട് നമുക്ക് പല രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവും. ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അതെല്ലാം നമ്മൾ ചികിത്സാ രംഗത്തിരിക്കുന്ന സമയത്ത് നമ്മൾ പെരുമാറേണ്ട രീതിയോ, അല്ലെങ്കിൽ വരുന്ന പേഷ്യൻറ്റിനോട് നമ്മൾ ആത്മാർത്ഥത ഇല്ലാതെയോ, അല്ലെങ്കിൽ അവരെ നമുക്ക് ആശ്വസിപ്പിക്കാത്ത രീതിയിലൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഏത് രംഗത്തും ഉണ്ട്, ചികിത്സയുടെ രംഗത്ത് മാത്രമല്ല, ഒരു ടീച്ചർ ഒരു പ്രൊഫഷനാണെന്നുണ്ടെങ്കിലും അതുപോലെ ഒരു എൻജിനീയർ ആണെന്നുണ്ടെങ്കിലും ഏത് പ്രൊഫഷനിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും അവരുടേതായ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവനവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ പല ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ എതിർത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചത് കൊണ്ട് കാര്യമില്ല അല്ലേ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ ഇറങ്ങാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഞാനത് പറയാൻ കാരണം, ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ പോലും തൻ്റെ കുടുംബപരമായ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വഴക്ക്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാതെ കുട്ടികളോട് നന്നായി പെരുമാറാനും, അതുപോലെ കുട്ടികൾക്ക് നമുക്ക് എക്സാമിന് വാല്യുവേഷൻ നടക്കുന്ന സമയത്ത് പേപ്പറൊക്കെ നന്നായിട്ട് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ചിന്തിക്കും അല്ലേ, ഈശ്വര ഞാൻ പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഇനി കിട്ടുന്ന ടീച്ചറുടെ വീട്ടിൽ വഴക്കൊന്നും ഇല്ലാത്ത, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പറയുന്നൊരു കാര്യം കേട്ടോ, വഴക്കൊന്നും ഇല്ലാത്തൊരു ടീച്ചറായിരിക്കണം, അപ്പം എന്നാലേ പേപ്പർ നോക്കുള്ളൂ, അല്ലെങ്കിൽ ആ ദേഷ്യം നമ്മുടെ പേപ്പറിൽ തീർക്കുന്നു
പറയും കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം ഓരോ പ്രൊഫഷനിലും അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇല്ല ഞാൻ പറയണില്ല. കുട്ടികളെ അകാരണമായിട്ട് ഉപദ്രവിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതും എന്താ വെച്ചാൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർക്കത് ബുദ്ധിമുട്ടായി മാനസികമായിട്ടുള്ള ആ ഒരു ഇറിറ്റേഷൻ അതെങ്ങനെയെങ്കിലും തീർക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചില ഡോക്ടേഴ്സും അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇവിടെ നിക്കിക്ക് പനിയായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മനോജ് ഡോക്ടറെ ഇവിടെ കാണിച്ചു. അപ്പോൾ രാത്രി ഡോക്ടർ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾക്ക് ഇവിടെ സംബന്ധിച്ചിടത്തോളം രാത്രി സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടി ഡോക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. സാധാരണ മറ്റുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവാറില്ല. അതിപ്പോൾ പകലാണെങ്കിൽ മാത്രം അവരൊരു ഒ പി ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പ്രൈവറ്റായിട്ട് അവർ ഒന്നെങ്കിൽ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലിനിക്കിലോ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റും. രാത്രിയായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു സ്ഥാപനം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ പോലും അവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഡോക്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ ഒരു 28 വർഷത്തോളം അധികമായി ഡോക്ടർ ശ്രീനിവാസനും ഞാനും തമ്മിലുള്ള പരിചയം തുടങ്ങിയിട്ട് കേട്ടോ. ഞാൻ ഡോക്ടറുടെ പേഷ്യൻ്റായിട്ട് ഇരുന്നിട്ടില്ല, ഡോക്ടർ എനിക്കൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ചികിത്സിച്ചിട്ടുമില്ല. പക്ഷേ ആ ഒരു പരിചയം, ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ, നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഡോക്ടറെ വിളിക്കാനും അല്ലെങ്കിൽ എനിക്ക് ഏതൊരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ടും എന്നോട് പലരും നമ്മളോട് വിളിച്ച് പറയുമല്ലോ അങ്ങനെ പറഞ്ഞ ഡോക്ടറോട് അത് പറയാനും അത് ഉൾക്കൊള്ളാനും അവരോട് വരാൻ പറയാനും കാണാനും. അവർ ചെന്ന് കഴിഞ്ഞാൽ പറയും ഇങ്ങനെ ജ്യോതി പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ജ്യോതിയോട് ഞങ്ങൾ വിളിച്ചപ്പോൾ സാറിനെ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ അവർ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ രീതിയിൽ എല്ലാ ഇതും കിട്ടാറുണ്ട്. ഡോക്ടറുടെ അടുത്ത് നിന്ന് എല്ലാവിധ അവർക്ക് സൗകര്യങ്ങളും കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും ഡോക്ടറെ അടുത്ത് ചെല്ലുന്ന ഏത് പേഷ്യൻറ്റിനും അങ്ങനെയാണ് കേട്ടോ. പാലക്കാട് നിന്ന് പല സ്ഥലങ്ങളിലും ഡോക്ടറെ കാണാനായിട്ട് ഇവിടെ വടക്കാഞ്ചേരിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. പിന്നെ നമ്മുടെ ഡോക്ടർ ഇന്ദിര, ഡോക്ടർ ശശിധരൻ, ഡോക്ടർ മനോജ്, ഡോക്ടർ പ്രഭാകരൻ, ഇവരൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട ആൾക്കാരാണ് കേട്ടോ. കാരണം എങ്ങനെ വേണമെങ്കിൽ രോഗിയോട് ചെല്ലുമ്പോൾ അത്രയും കരുതലായിട്ട് സംസാരിക്കാനും അവരെന്നെ പരിശോധിക്കാനും ആ ഡോക്ടേഴ്സിൻ്റെ സംസാരം കേട്ടാൽ തന്നെ ഈ ചെല്ലുന്ന പേഷ്യൻറ്റിൻ്റെ പകുതി അസുഖം കുറയാനും ഇതൊക്കെ ഒരു നിമിത്തം തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള എല്ലായ്പ്പോഴും എല്ലാ ഡോക്ടർമാർക്കും ചിലപ്പോൾ അങ്ങനെ പറ്റിക്കോളണം എന്നില്ല. എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ നിക്കിക്ക് പനിയായിട്ട് നമ്മൾ കാണിച്ചു. അപ്പോൾ രാത്രി ഒന്നും നമുക്ക് ഇവിടെ പോയ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ചെറുതായതുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങളുള്ളത് തൃശ്ശൂരല്ലേ വെച്ചിട്ട് നമ്മൾ തൃശ്ശൂർക്കൊന്ന് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം കാഷ്വാലിറ്റിയിലാണെങ്കിലും എവിടെ ചെന്നാലും ഡ്യൂട്ടി ഡോക്ടർമാരെ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നാലും ഒരു ഹോസ്പിറ്റലല്ലേ, കുട്ടിക്ക് പനിച്ച് വരച്ചിരിക്കുമ്പോൾ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടാനായിട്ട് നമ്മൾ അത്രേ ചിന്തിക്കുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ അവിടെ പോയി നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ ഒരു അനുഭവം കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ അബിക്ക് കണ്ണിന് ഇങ്ങനെ റെഡ് കളർ വന്നു. ആ റെഡ് കളർ വന്നിട്ട് കണ്ണ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും വീർത്ത് വന്നു. അപ്പോൾ മാർക്കറ്റ് ഹോം ആയതുകൊണ്ടും പിന്നെ IT ഫീൽഡ് ആയതുകൊണ്ടും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, അവർക്ക് അവരുടേതായിട്ടൊരു ഒഴിവ് സമയം ഉണ്ടാവില്ല. ഞാൻ തന്നെ പറയാറില്ല, ഞാൻ എവിടേക്ക് പോകണമെങ്കിൽ ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ പോകാറ്. അത്രപോലും ഞാൻ അവനെ വിളിക്കുക ശല്യപ്പെടുത്തുക ചെയ്യാറില്ല. അങ്ങനെ അവൻ്റെ കണ്ണ് കാണിക്കാൻ പോകാൻ സമയം കിട്ടുന്നില്ല. അപ്പം ഞാൻ ചീത്ത പറഞ്ഞു, കണ്ണ് വീർത്ത് വന്നിട്ടുണ്ട്, മറ്റേ കണ്ണിലേക്കും കൂടി കളർ വന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇനി എന്തെങ്കിലും കണ്ണിന് എന്തെങ്കിലും വന്നുപെട്ട് അതും ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഇവിടെ അടുത്ത് നമ്മളൊന്ന് പോയി. അവിടെ ചെന്നു, അവർ മെഡിസിൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് കാണാൻ ചെല്ലാൻ പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസത്തേക്കും തീരുമാനം ഈ മെഡിസിനൊക്കെ ഈ ഡ്രോപ്സ് ഒറ്റിക്കുന്നുണ്ട്, ഓയിൻമെൻ്റ് ഉണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് മാറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ തൃശ്ശൂർക്ക് ഒന്ന് പോയി കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തൃശ്ശൂർക്ക് നമ്മൾ പോകാനായിട്ട് പോകാൻ ശ്രമിച്ച് 1-2 ദിവസമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് ഇറങ്ങാനായിട്ട് പറ്റണില്ല, അതാണ് ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ അവിടെ ചെന്നു. അതിനുശേഷം നമ്മളവിടെ ചെന്ന് കാണിച്ചപ്പോൾ ആ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലാത്തതിനുള്ള ദേഷ്യമാണ് കാണിച്ചത്. എന്തുകൊണ്ട് ഇവിടെ വന്നില്ല, നിങ്ങൾ ആദ്യം പോയ ഡോക്ടറെ അടുത്ത്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കണത്, എന്താ ഉണ്ടാവണേന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. ആളിങ്ങനെ കൈമലർത്തി കാണിച്ചു, എനിക്കറിയില്ല. നിങ്ങൾ ആദ്യം പോയ ഡോക്ടർക്ക് അറിഞ്ഞിട്ടുണ്ടാവും, ആ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയില്ല, നിങ്ങൾ അവിടെയല്ലേ പോയത്, അതുകൊണ്ട് എനിക്കറിയോ, ഞാനെങ്ങനെ നിങ്ങളോട് പറയുക എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അതിനുശേഷം ആ ഡോക്ടർ ഇതേ മെഡിസിൻ തന്നെ, ഈ മെഡിസിൻ എല്ലാം തെറ്റാണ്, ഇതൊന്നും ശരിയല്ല എഴുതിയതെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ
ഇതൊക്കെ എഴുതി വെച്ചു. ഇങ്ങനെ ആദ്യത്തെ ഡോക്ടറെ കണ്ടു, അത് ശരിയല്ലാത്ത കാരണം എൻ്റെ അടുത്തേക്ക് വന്നതാണ്, ആ മെഡിസിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലാന്ന്. എന്നിട്ട് ഈ ഇപ്പോൾ രണ്ടാമത് നമ്മൾ കണ്ട ഡോക്ടർ മെഡിസിനുകളൊക്കെ എഴുതി, അതിവിടെ വന്ന് നമ്മൾ വീട്ടിൽ വന്ന് നോക്കി നമ്മൾ ഏതൊരു മെഡിസിൻ കിട്ടിയാലും സാധാരണയായിട്ട് ഇവിടെ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യണ കാരണം ഞങ്ങൾ ആർക്ക് കിട്ടിയാലും മെഡിസിൻ നമ്മൾ എന്താ ഏതാണെന്നുള്ളത് നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ സെയിം കണ്ടൻറ്റ്, 2 ഡോക്ടേഴ്സ് എഴുതിയതും ഒരേ മെഡിസിനാണ്, പേര് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അതായത് കമ്പനിയുടെ വല്ല വ്യത്യാസമായിരിക്കാം. അപ്പോൾ അതങ്ങനെ അവസാനം ആ ഡോക്ടറും അതുപോലെ ഒരാഴ്ചയ്ക്ക് പറഞ്ഞു. ഈ ഒരാഴ്ച വരെ കാത്തിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് മനസ്സിലായി, കണ്ണിങ്ങനെ വീർത്ത് വരികയാണ്. അപ്പോൾ ഇടത്തെ കണ്ണിനുണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് തോന്നി. അവസാനം അയാൾ പറയാണ് ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ട്, പഴുപ്പുണ്ട്, അപ്പോൾ അത് കൃഷ്ണമണിയിലേക്ക് ചിലപ്പോൾ പറ്റും. അങ്ങനെ പറ്റി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും, എന്നാലും കൃഷ്ണമണിയിലേക്ക് പഴുപ്പ് വരുന്നു നമ്മൾ പേടിക്കില്ലേ, പിന്നെ വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റും അവർക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അബിയുടെ ഫ്രണ്ട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കണ്ണിൻ്റെ ആശുപത്രി ഉണ്ട്, അവിടെ ചെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒറ്റപ്പാലത്ത് അവിടെ പോയി ഡോക്ടറെ കണ്ടു. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നേ ഉള്ളൂ, എന്നാലും വെയിറ്റ് ചെയ്ത് നമ്മൾ ഡോക്ടറെ കണ്ടു വന്നു. ഇപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ അസുഖം ഭേദമായി. 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും ആ റെഡ് കളറൊക്കെ ഒരുവിധം പോയി. പിന്നെ മറ്റേ കണ്ണിലേക്കും വലത്തെ കണ്ണിലേക്കും വന്നിട്ടുണ്ടായിരുന്നതും പോയി. ഈ കണ്ണിൻ്റെ വീർപ്പും കുറഞ്ഞു. ഇപ്പോൾ കണ്ണ് സാധാ പോലെയായി കേട്ടോ. അപ്പോൾ നമ്മളൊരു അസുഖം വരുമ്പോൾ പ്രത്യേകിച്ച് കണ്ണ്, മൂക്ക്, ചെവി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇല്ലാതെ പറ്റില്ല അല്ലേ. അപ്പോൾ കണ്ണ്, മൂക്ക്, ചെവി അല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗം നമുക്ക് ആവശ്യം തന്നെയാണ്. എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും നമ്മൾ ചിന്തിച്ചു പോയി, ഓരോ ഡോക്ടേഴ്സും എന്തിനാണ് ഇവർ പഠിക്കുന്നത്, എന്തിനാണ് ഇവർ ആതുര സേവന രംഗത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോയി കേട്ടോ. അപ്പോൾ ആ ചിന്തിച്ച് പോയപ്പോഴേ ഞാൻ പറഞ്ഞ ചെറിയൊരു സ്ഥാപനമാണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലെ ഡോക്ടേഴ്സ് എത്ര നല്ലവരാന്നുള്ളതും അല്ലെങ്കിൽ എന്താണെന്നുള്ളതും. അപ്പോൾ ഞങ്ങളതിങ്ങനെ ഇവിടെ സംസാരിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെയാണ് നമുക്ക് നിയമത്തിൻ്റെ നടപടിക്ക് പോയി കഴിഞ്ഞാൽ നിയമം പറയുമ്പോൾ എല്ലാവർക്കും തുല്യമാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയും. പക്ഷെ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരെന്ന് പറയുന്ന പോലെ എന്തിനും ഏതിനും പണം എറിഞ്ഞ് നടക്കാൻ കഴിവുള്ളവന് എന്ത് കാര്യം നടക്കാനും എവിടെ പോയാലും തടഞ്ഞു നിൽക്കാനും പറ്റാത്ത രീതിയിൽ പറ്റും. പക്ഷെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി നോക്കൂ, ഇന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു 5-8 പ്രാവശ്യം ഒരു കാര്യത്തിനായിട്ട് നമുക്ക് നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടില്ലാത്തത് എന്തുകൊണ്ടാണ് വെച്ചാൽ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ പോകുമ്പോൾ നമ്മളെ ഒരു പ്രാവശ്യം നടത്തിക്കേണ്ടത് ചിലപ്പോൾ നമ്മളെ 4-5 പ്രാവശ്യം നടത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആരോട് പരാതിപ്പെടാൻ, ആരോട് പറയാൻ, നമുക്ക് ആരെങ്കിലും ഒരാൾ നമ്മുടെ പിന്നാലെ ഇതിനായിട്ട് നടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും നമുക്കൊരാളുടെ പിന്തുണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടിയിട്ട് പോയിട്ട് കാണാം. അതിപ്പോൾ രാഷ്ട്രീയം കമ്മ്യൂണിസം എന്നോ കോൺഗ്രസ് എന്നൊന്നും ഇല്ല കേട്ടോ. ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും നമ്മുടെ മുന്നിൽ ഗവൺമെൻറ്റുകളൊക്കെ പലതും മാറി വരുന്നുള്ളൂ. പക്ഷെ അവർ തമ്മിൽ നല്ല കെട്ടുറപ്പാണ്. അപ്പോൾ ഈ നമ്മൾ പുറമേ നിന്നിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടിലൊരു രാഷ്ട്രീയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക നെഞ്ച് വിരിച്ച് നിന്ന് തല്ലുകൊള്ളുന്നത് വെറുതെയാണ്. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ ഒന്നാണ്, നമ്മൾ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വെറുതെ നമ്മൾ മറ്റുള്ളവരായിട്ട് വൈരാഗ്യം വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക, പോവുക, വരിക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ നാട്ടിൽ ആരാളെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞിട്ട് അവർ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്തു തരട്ടെ. പക്ഷേ മിക്കവാറും ആരും നമുക്കായിട്ട് ഇടപെടില്ല. എനിക്കറിയാം, ഞാനും ഒരു നമ്മളെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ വന്നിട്ട് നമുക്ക് പോയിട്ടും കാര്യങ്ങളുള്ളതാണ്. എന്നോട് പലരും പറഞ്ഞു എന്തുകൊണ്ട് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പം അതൊക്കെ വെറുതെയാണ്. നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ തന്നെയാണ് കാര്യങ്ങളുള്ളൂ. നമുക്ക് നമ്മുടെ മുന്നിൽ പോകാൻ ഒരാളുണ്ടോ, നമുക്കിത് ഇറക്കാൻ കാര്യമുണ്ടോ എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെയാണ് ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് അസുഖം വന്നാൽ പോലും ഇപ്പോൾ ഒരു ആശുപത്രിയിൽ പോകുക എന്ന് പറഞ്ഞാൽ പേടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പേടിച്ചിട്ട് വേണം പോകാൻ. വേറൊരാളെ കണ്ട ഇനി എന്താവും ഏതാവും എന്നുള്ളത് അറിയില്ല. ഞാൻ വളരെ പ്രശസ്തമായൊരു പല്ലിൻ്റെ ഡോക്ടറെ കാണാൻ പോയി. അവിടെ എവിടെ ചെന്നാലും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡോക്ടേഴ്സിനും മറ്റൊരു ഡോക്ടറോട് ഈഗോ ആണ്. അപ്പം നമ്മൾ ഈ ഡോക്ടറെ കണ്ടു വെച്ചാൽ ആ ഡോക്ടർക്ക് അത് ഈഗോ ആയി. അപ്പോൾ ഇവർ തമ്മിൽ നമ്മൾക്ക് കേൾക്കാം, നമ്മൾ പേഷ്യൻ്റാണ്, നമ്മൾക്കത് കേൾക്കാം. അവർ സംസാരിക്കുന്നത് അവരുടെ അസിസ്റ്റൻ്റ് ചെയ്യണ നേഴ്സിനോട് പറയുകയാണ് അവരങ്ങനെയാണ്, ഇവരിങ്ങനെ ചെയ്തു, അത് ചെയ്തു, അങ്ങനെ ചെയ്തു, എന്ത് വന്നാലും കൂടെ നിൽക്കുക, അവർ നിൽക്കും, ഇങ്ങനെ നിൽക്കും. ആ
നേഴ്സ് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നതാണ്, ഇങ്ങനെയാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ നമ്മളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. അവസാനം എനിക്ക് അവസാനം പേടി വന്നു തുടങ്ങി, എൻ്റെ പല്ലിന് വേറെ വല്ല കുഴപ്പം വരുമെന്നായി തുടങ്ങി. അത്രമാത്രം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ജീവിതാവസാനം വരെ ആവശ്യമുള്ള കാര്യങ്ങൾ, വായലത്തെ പല്ലാണെങ്കിലും നമ്മുടെ കണ്ണും ചെവിയും ഒക്കെ അല്ലേ, ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് പറ്റിയ സൗന്ദര്യത്തിൻ്റെ കാര്യം മാത്രമല്ല, നമുക്ക് ജീവിച്ച് പോകണമെങ്കിൽ ഇതൊക്കെ വേണം. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണമെങ്കിൽ പല്ലില്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ആ ഡോക്ടറുടെ വിദ്യാഭ്യാസപരമായുള്ള കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആതുര സേവന രംഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് വേണം ഒരു ഡോക്ടർ ഇരിക്കാനായിട്ടും, അതനുസരിച്ച് വേണം പേഷ്യൻറ്റിനോട് പെരുമാറാനായിട്ടും. പക്ഷെ നമ്മളിത് ആരോട് പറയാൻ, നമുക്ക് ആരോടതൊക്കെ പരാതിപ്പെടാൻ പറ്റുക? ആരോടും പരാതിപ്പെടാൻ പറ്റില്ല. പിന്നെ ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരികയാണ്. ഒരു 22 വർഷം മുന്നത്തെ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ പരസ്പരം ഈഗോ ഉള്ള ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഡോക്ടർ സുജാ ഭോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടക്കാഞ്ചേരിയിൽ വാഴാനി റോഡിലുള്ള ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ, ഇന്നിപ്പോൾ വേറെ പേരാണ്, ഹോളി ഹോസ്പിറ്റൽ എന്നാന്ന് പറയും. ആ ഹോസ്പിറ്റലിൽ 1000 ഡെലിവറിയൊക്കെ ഒരു മാസം എടുത്തിട്ടുണ്ടായിരുന്ന ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ അത്രയും തിരക്ക് എന്ന് മാത്രമല്ല 4ഉം 5ഉം ഡെലിവറിയൊക്കെ ഒരേ സമയങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതും നമുക്ക് എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റ് വന്നു, ബ്ലീഡിങ് ഇല്ല അങ്ങനെയാന്ന് പറഞ്ഞിട്ട് വന്ന് കണ്ടു. അപ്പോൾ ഡോക്ടർ PV നോക്കി ഉടനെ ഡോക്ടർക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ സ്യൂച്ചറിങ് ചെയ്യുന്ന സമയത്ത്, നോർമൽ ഡെലിവറി പേഷ്യൻറ്റിന് സ്യൂച്ചറിങ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഒപ്പാനായിട്ട് നമ്മൾ കോട്ടൺ കൊണ്ട് സിസ്റ്റർമാർ, അസിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റർമാർ കോട്ടൺ കൊണ്ട് ഒപ്പും, ഡോക്ടർ സ്യൂച്ചറിങ് ചെയ്യും. അങ്ങനെ ചെയ്യണ സമയത്ത് ഈ ബ്ലീഡിങ് കൂടുതലുണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ 2-3 കോട്ടൺ ബോൾ ഉള്ളിലേക്ക് വെച്ചേക്കണം. ഈ പേഷ്യൻറ്റ് ബ്ലീഡിങ് ഇല്ല, ഡെലിവറി ആയിട്ട് ബ്ലീഡിങ് ഇല്ല പറഞ്ഞിട്ട് ഡോക്ടർ സുജനെ കാണാൻ വന്നിട്ട് ഡോക്ടർ സുജ PV നോക്കിയപ്പോൾ ഒരു 5-6 കോട്ടൺ ബോൾ ഇങ്ങോട്ട് എടുത്തിട്ടു. സ്മെല്ലുകൊണ്ട് അവിടെ എവിടെയും നിൽക്കാൻ വയ്യ. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് 5-6 ദിവസം കഴിഞ്ഞു. അത്രയും ദിവസത്തെ ബ്ലഡ് കുടിച്ചിട്ട് ഒരു കെട്ട മണം. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അത് അവിടുന്ന് അവർ പറ്റിപ്പോയതാണ്, സ്യൂച്ചറിങ് ചെയ്യുമ്പോൾ അത് കോട്ടൺ വെച്ചിട്ടുണ്ടാവും, പിന്നെ എടുത്ത് കളഞ്ഞിട്ടില്ല, എങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഡോക്ടറെ കുറ്റം പറഞ്ഞില്ല, അത് അവിടെ നിന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറ്റം പറഞ്ഞ് ഡോക്ടറുടെ ലെറ്റർ പാഡിൽ എഴുതാണ്, ആദ്യം പോയോടത്ത് ചെയ്തത് ശരിയല്ല, അവിടെ കൊടുത്ത മെഡിസിൻ ശരിയല്ല, അതുകൊണ്ടാണ് എന്നെ കാണാൻ വന്നത്. നമ്മൾ പറഞ്ഞിട്ടല്ല കേട്ടോ, നമ്മളവിടെ പോയോടത്ത് ശരിയല്ല നമ്മൾ പറയണില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഈ ഡോക്ടറെ എഴുതുന്നത്. അപ്പോൾ ഇന്നത്തെ ആതുര സേവന രംഗം ഓരോരുത്തരുടെ പരസ്പരമുള്ള ഈഗോ. ഒരു വീട്ടിലൊരു 2-3 സഹോദരന്മാരുണ്ട് വെച്ചാൽ ആ സഹോദരന്മാരുടെ ഭാര്യമാർ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ എങ്ങനെയാണോ ഈഗോ ക്ലാഷ് ഉണ്ടാവുന്നത്, അതേപോലെയാണ് ഇന്ന് ഒരു ഡോക്ടർക്ക് പോയ മറ്റൊരു ഡോക്ടർക്ക് നമ്മളോട് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ചുരുക്കത്തിൽ നമ്മൾ പേടിക്കണം, ഒരു ഹോസ്പിറ്റലിൽ പോയാൽ കൂടി നമ്മൾ പേടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.